സമുദായ മൈത്രിയും സാഹോദര്യവും നിലനിർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് മാനവ സൗഹൃദ സദസ്. പൊന്നാനി RV ഓഡിറ്റോറിയത്തിലാണ് UDF സ്ഥാനാർത്ഥിയുടെ മാനവ സൗഹൃദ സദസ് നടന്നത്. മതേതര ശക്തിക്ക് കരുത്തു പകരാൻ കൈകോർക്കണമെന്നും ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടി ഭിന്നതകൾ മറന്ന് പ്രവർത്തിക്കണമെന്നും UDF സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനി. പൊന്നാനി മുനിസിപ്പൽ UDF കമ്മിറ്റി സംഘടിപ്പിച്ച സൗഹൃദ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് മുമ്പൊരു കാലത്തുമില്ലാത്ത വിധം സഹവർത്തിത്വം അപകടപ്പെട്ട കാലമാണ്. സഹവർത്തിത്വം ഒന്നിച്ചു പാർക്കുക. പല ഇനക്കാർ, പല സമുദായക്കാർ, പല മതക്കാർ, പല വിശ്വാസക്കാർ, പല വേഷങ്ങൾ അണിഞ്ഞവർ, പല ഭാഷകൾ സംസാരിക്കുന്നവർ ഒന്നിച്ചു പാർക്കുന്ന ഒരു സംവിധാനത്തെയാണ്, സാഹോദര്യത്തോടെ കഴിയുന്ന സംവിധാനത്തെയാണ് സഹവർത്തിത്വം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് പറയും കോ എക്സിസ്റ്റൻസ്. എല്ലാവരും നിലനിൽക്കുക, കോ എക്സിസ്റ്റൻസ്. അതൊക്കെ ഇന്ത്യയുടെ പഴയ കാലത്തുള്ള എല്ലാ കാലത്തെയും പ്രത്യേകതകളാണ്, പണ്ടും പിന്നീടും. പക്ഷേ കഴിഞ്ഞ 10 കൊല്ലം അതിനേറ്റ പരിക്ക് ചേർന്നില്ല. അതിനൊറ്റ കാരണമാണ് നമുക്കുള്ളത് പറയാലോ, തുറന്ന് പറയാലോ. ഇന്ത്യ കോൺഗ്രസ് ഭരിച്ചു എത്രയോ കൊല്ലം, 10-60 കൊല്ലം ഭരിച്ചിട്ട് 7 സിവിൽ കോഡ് കൊണ്ടുവരാൻ ഒരിക്കൽ പോലും കോൺഗ്രസിന്റെ ഒരു പ്രധാനമന്ത്രിയും കുഞ്ഞില്ല. ഇതൊക്കെ ഇവിടെ പറയണം. പൊന്നാനി RV ഹാളിൽ നടന്ന മാനവ സൗഹൃദ സംഗമത്തിൽ സ്ഥാനാർത്ഥിക്ക് പുറമെ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷരീഫ് കുറ്റൂർ, അഹമ്മദ് ബാഫക്കി തങ്ങൾ, നബീൽ എരനല്ലൂർ, കുഞ്ഞു മുഹമ്മദ്, TK അഷ്റഫ്, ചന്ദ്രവല്ലി, ഷബീർ BM എന്നിവർ പ്രസംഗിച്ചു. NCV ന്യൂസ് പൊന്നാനി. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.